കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടേഴ്സിനോട് ജോലിയിൽ തിരികെ കയറാൻ അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ വഴങ്ങില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. വിനിത വിജി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനിത, സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതാണ് ഈ കാര്യം. ഇപ്പോൾ ഈ എയിംസ് അധികൃതരും ആവശ്യപ്പെടുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രതിഷേധക്കാർ വഴങ്ങാത്തത്? സാങ്കേതിക പ്രശ്നമുണ്ട്. വിനിത വിജി അതിൻ്റെ വിവരങ്ങൾ നൽകാനായി ചേരും. ഡൽഹിയിലും പ്രതിഷേധം തുടരുകയാണ്. എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാരാണ് അവിടെ പ്രതിഷേധം തുടരുന്നത്. ദിവസങ്ങളായി അവരുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. അത് ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ അധികൃതർ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇപ്പോഴും വഴങ്ങാൻ തയ്യാറായിട്ടില്ല ഡോക്ടർമാർ. കൽക്കത്തയിൽ നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലും പ്രതിഷേധം തുടരുകയാണ്. എയിംസ് ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ്. അവിടെയാണ് ഈ റെസിഡന്റ് ഡോക്ടർമാരുടെ സമരം സാരമായി ബാധിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പ്രതിഷേധക്കാരുടെ, പക്ഷേ അവർ വഴങ്ങിയിട്ടില്ല. ജോലിയിൽ തിരികെ കയറാൻ അധികൃതർ ആവശ്യപ്പെടുമ്പോഴും വഴങ്ങാതെ പ്രതിഷേധം തുടരുകയാണ്. വിനിത വിജി ചേരുന്നു. വിനിത, എന്താണ് ഇവർ വീണ്ടും ഈ ജോലിയിൽ കയറാതിരിക്കുന്നതിൻ്റെ കാരണമായി പറയുന്നത്? അവർ പ്രധാനമായും പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു കേന്ദ്ര നിയമം അവർക്ക് ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. ഒപ്പം തന്നെ പ്രത്യേകം ഒരു സമിതിയെ ഈ ഡോക്ടർമാരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. പക്ഷെ ഒരു സമിതി മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഈ കർശന നടപടികളാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർശന വ്യവസ്ഥകളോട് കൂടിയ കേന്ദ്ര നിയമം കൊണ്ടുവരണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ഡോക്ടർമാർ ഉറച്ചു നിൽക്കുന്നത്. ഇന്നലെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയതിന് പിന്നാലെയും ഇന്ന് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഡോക്ടർമാരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ റെസിഡന്റ് ഡോക്ടർമാരോട് പ്രതിഷേധം അവസാനിപ്പിച്ച് തിരികെ മടങ്ങിയെത്തണമെന്നാണ് എയിംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് 10 ദിവസമായി ഡോക്ടർമാരുടെ ഈ പ്രതിഷേധം തുടരുകയാണ്. നിലവിൽ ഈ കാഷ്വാലിറ്റിയിലും ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലും മാത്രമാണ് ഇവരുടെ സേവനമുള്ളത്. ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും താളം തെറ്റിക്കുകയാണ്. ഈ രോഗികൾ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്, അവർക്ക് കൃത്യമായി ചികിത്സ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നും എയിംസിലെ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് ഈ പ്രതിഷേധം നടത്തുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനയുമായി എയിംസിലെ അധികൃതർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ കൃത്യമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് വീണ്ടും റെസിഡന്റ് ഡോക്ടർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ എയിംസ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ എയിംസിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, ഡോക്ടർമാർക്ക് എങ്ങനെയാണ് അവരുടെ സുരക്ഷ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ പറയുന്നത് ഇത് എയിംസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല, രാജ്യത്തുടനീളമുള്ള ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു കർശന നിയമം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർമാരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നാം കണ്ടതാണ്. ഈ പ്രതിഷേധം ഇനിയും തുടരാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം. അവർ പ്രധാനമായും പറയുന്നത് ഈ സുരക്ഷ ഉറപ്പാക്കുന്ന കർശന വ്യവസ്ഥകളോട് കൂടിയ കേന്ദ്ര നിയമമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ നിയമം കൊണ്ടുവരെയും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ അവിടെ പ്രതിഷേധം തുടരുകയാണ്. ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന എയിംസ് അധികൃതരുടെ ആവശ്യത്തിന് അവർ വഴങ്ങിയിട്ടില്ല. വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.